നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാഹിഷ് മ്ലേച്ഛതകൾ, ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ അത് സംസാരിക്കുന്ന ആളായിരുന്നില്ല. ശാപവാക്കുകൾ പറയുന്ന ആളായിരുന്നില്ല. മറ്റൊരാളെ ചീത്ത വിളിക്കുന്ന ഒരാളായിരുന്നില്ല എന്ന് നമുക്ക് കാണാം. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري قولي آمين يا رب العالمين. الإمام البخاري رحمه الله الأدب المفرد എന്ന കിതാബിൽ അടുത്ത ബാബു സിബാബിൽ മുസ്ലിമി ഫുസൂഖുൻ, ഒരു മുസ്ലിമിനെ അധിക്ഷേപിക്കുക, ആക്ഷേപിക്കുക, ചീത്ത വിളിക്കുക എന്നുള്ളത് ഫുസൂഖാണ്, ചെമ്മാടിത്തരമാണ് എന്നുള്ള ബാബിലുള്ള ഹദീസുകൾ. عن سعد بن مالك عن النبي صلى الله عليه وسلم قال سباب المسلم فسوق. ഇത് ഹദീസിന്റെ ലഫ്ളാണ്. ഒരു മുസ്ലിമിനെ ചീത്ത വിളിക്കുക, ആക്ഷേപിക്കുക എന്നുള്ളത് ഫുസൂഖാണ് എന്ന്. എന്താണ് ഫുസൂഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫുസൂഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ, ഫുസൂഖ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യം അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഫുസൂഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അനുസരണക്കേട് കാണിക്കുക എന്നുള്ളത്. ഇസ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യം അത് ചെയ്യുന്നതിനാണ് ഇസ്യാൻ എന്ന് പറയുന്നത്. രണ്ടിന്റെയും അർത്ഥം ഒറ്റക്കൊറ്റക്ക് പറയുകയാണെങ്കിൽ, രണ്ടും ഒരേ ആശയത്തിൽ വരുന്നുണ്ട്, പക്ഷെ ഒറ്റക്കൊറ്റക്ക് അർത്ഥം പറയുകയാണെങ്കിൽ ഇതാണ് വ്യത്യാസം. മനസ്സിലാക്കാൻ വേണ്ടി, ഒരാൾ നിസ്കരിക്കുന്നില്ല, അവൻ ഫാസിഖാണ്. എന്നാൽ ഒരാൾ മദ്യപിക്കുന്നു, വ്യഭിചരിക്കുന്നു, അവൻ ആസിയാണ്, അഥവാ പാപം ചെയ്തവനാണ്. രണ്ടിനെയും ഫാസിഖ് എന്നുള്ള അർത്ഥത്തിൽ പറയുമെങ്കിലും രണ്ടിന്റെയും അർത്ഥം വ്യത്യാസം പറയുമ്പോൾ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ് ഫുസൂഖ് എന്ന് പറയുന്നത്. അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഇസ്യാൻ എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒരു മുസ്ലിമിനെ ചീത്ത വിളിക്കുക, ആക്ഷേപിക്കുക എന്നുള്ളതൊക്കെ ഫുസൂഖാണ്. അള്ളാഹുവിന്റെ ഒരു കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്നത് പോലെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ പറയാം. ഇതേ ലഫ്ദിൽ വേറെ കുറച്ച് ഹദീസുകൾ വരുന്നുണ്ട്, അതിൽ ഈ ഭാഗങ്ങൾ കൂടുതലായി നമുക്ക് പറയാം. അടുത്ത റിവായത്ത് അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായിരുന്നു. മദീനയിൽ എത്തിയത് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് വളർന്ന മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുമ്പോൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് 10 വയസ്സാണ്. അവിടുന്ന് മരണം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഖാദിമായി നിന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്ന വ്യക്തിയാണ് അനസ് ബിൻ മാലിക്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നില്ല ഫാഹിഷൻ, ഫാഹിഷ് ഫുഹ്ഷത്ത് പറയുന്നവനായിരുന്നില്ല, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നവനൊന്നും ആയിരുന്നില്ല. ഫാഹിഷ് ഫുഹ്ഷത്ത് എന്ന് പറഞ്ഞാൽ പൊതുവെ ഉപയോഗിക്കുന്ന അർത്ഥം ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ, വ്യഭിചാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ തരത്തിലുള്ള സംസാരങ്ങൾ സംസാരിക്കുന്ന വ്യക്തിയായിരുന്നില്ല. വല ലഅാനൻ, ശാപവാക്കുകൾ പറയുന്ന വ്യക്തിയായിരുന്നില്ല, ഒരാളെ ശപിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പറയുന്ന ആളായിരുന്നില്ല. വല സബ്ബാബൻ, ഒരാളെ ചീത്ത വിളിക്കുന്ന ആക്ഷേപിക്കുന്ന വ്യക്തിയായിരുന്നില്ല. കാന യഖൂൽ ഇൻദൽ മുഅ്തബിജ്, എന്തെങ്കിലും ഒരു വിഷയത്തിൽ ആക്ഷേപിക്കണം, ഇൻദൽ മഅ്തിബജ്, എന്തെങ്കിലും ഒരു വിഷയത്തിൽ ആക്ഷേപിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ഒരാളെ എന്തെങ്കിലും ഒരു ചീത്ത വിളിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയം വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ള ഒരു വാക്ക് മാ ലഹു തരിബ ജബീനുഹു, അവൻ എന്താണ്, അവന്റെ അറബിയിൽ അർത്ഥം അതിന്റെ അവന്റെ നെറ്റി മണ്ണിൽ തട്ടട്ടെ എന്നുള്ള നിലക്ക് അറബിയിൽ ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതായത് അവൻ ഇങ്ങനെ ചെയ്തല്ലോ എന്ന നിലക്ക് പറയുന്ന ഒരു വാക്കാണ്. അതായത് അറബിയിൽ ധാരാളം വാക്കുകൾ ഈ അർത്ഥത്തിലുണ്ട്. തഖിലത്ക ഉമ്മുക്ക്, നിന്റെ ഉമ്മ ഇല്ലാതാകട്ടെ എന്ന അർത്ഥത്തിലൊക്കെ വാക്കുകൾ പറയും.
അതൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഗൗരവത്തെ അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അറബിയിലെ ചില വാക്കുകളാണ്. അല്ലാതെ അതിന്റെ ആശയം അതുപോലെ നടക്കണം എന്നുള്ള നിലക്കല്ല. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ളത് ഈ ഒരു ചെറിയ വാക്ക്, വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപമോ ഒന്നുമല്ലാത്ത ഈ ഒരു വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാറുണ്ടായിരുന്നത് എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പൊ ഇതിൽ ആദ്യം പറഞ്ഞ ഭാഗത്ത് നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ഈ ഒരു വാക്കുണ്ടല്ലോ, നെറ്റി മണ്ണിൽ തട്ടട്ടെ എന്നുള്ളത്, അതിനെ ഉലമാക്കൾ വിശദീകരിച്ചത് കാണാം. അറാദ ബിഹി ദുആ ലഹു ബികസറത്തി സുജൂദ്, അവൻ സുജൂദിൽ ധാരാളമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിനെയാണ്, ഈ സുജൂദ് വർദ്ധിപ്പിക്കട്ടെ എന്ന നിലക്കാണ് അത് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നും വിശദീകരിച്ചത് കാണാം. അപ്പൊ ഒരു കുറവായിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്കിനെ പറയാറുണ്ടായിരുന്നത്. ഇതിലെ ആദ്യം പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷ്, മ്ലേച്ഛതകൾ, ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ അത് സംസാരിക്കുന്ന ആളായിരുന്നില്ല. ശാപവാക്കുകൾ പറയുന്ന ആളായിരുന്നില്ല. മറ്റൊരാളെ ചീത്ത വിളിക്കുന്ന ഒരാളായിരുന്നില്ല എന്ന് നമുക്ക് കാണാം. അടുത്ത ഒരു ഹദീസ് അൻ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ, ഒരു മുസ്ലിമിനെ ചീത്ത വിളിക്കുക എന്നുള്ളത് ഫുസൂഖാണ്, തെമ്മാടിത്തരമാണ്. വഖിതാലുഹു, അവനെ ഉപദ്രവിക്കുക, ശാരീരികമായിട്ട് അവനെ വേദനിപ്പിക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് കുഫ്റാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇവിടെ കുഫ്ർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം കുഫ്ർ പോലെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഒരു മുസ്ലിമിനെ ഉപദ്രവിക്കുക എന്നുള്ളത്. ശാരീരികമായിട്ട് ഏതെങ്കിലും തരത്തിൽ അവനുമായിട്ട് പോരാടുന്ന, അവനെ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് ഗൗരവമുള്ള കുഫറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അപ്പോ ഒരു മുസ്ലിമിന് നമ്മൾ കൊടുക്കേണ്ട ഒരു ബഹുമാനവും ഒരു ആദരവും ഉണ്ട്, അത് നൽകണം. അത് നാവ് കൊണ്ടുള്ള ചീത്ത വിളികൾ കൊണ്ടോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടോ ആകാൻ പാടില്ല. അതുപോലെ തന്നെ അവനെ വേദനിപ്പിക്കുന്ന, ആക്രമിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളും ആകാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ അത്ര ഗൗരവത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തെ പറഞ്ഞിട്ടുള്ളത്. ഇനി ചില പണ്ഡിതന്മാർ തന്നെ ഈ ഉപദ്രവിക്കുന്നത് കുഫ്റാകും എന്നുള്ളതിനെ ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് എല്ലാം വിശദീകരിച്ച് കാണാം. وأما قتاله بغير حق فلا يكفر به عند أهل الحق كفرا يخرج به من الملة كما قدمناه في مواضع كثيرة إلا إذا استحله. അതായത് പിന്നെ ഒരു മുസ്ലിമിനെ അവൻ വേദനിപ്പിച്ചു, ശാരീരികമായി ഉപദ്രവിച്ചു എന്നുള്ളത് കുഫറാണ് എന്ന് പറയുമ്പോൾ അതൊരിക്കലും എന്തല്ല ഉദ്ദേശം, മില്ലത്തിൽ നിന്ന് പുറത്താകുന്ന കാഫിർ എന്ന് നമ്മൾ സാധാരണഗതിയിൽ നിഷേധി എന്ന് പറയുന്ന അർത്ഥത്തിലല്ല. പക്ഷെ ആ പ്രവർത്തനത്തിന്റെ ഗൗരവത്തെ അറിയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു മുസ്ലിമിനെ നാവ് കൊണ്ടും വേദനിപ്പിക്കാൻ പാടില്ല, ഒരു അന്യായമായി കൊണ്ട് അവന്റെ മേലെ ഇങ്ങോട്ട് വന്നിട്ട് പ്രതിരോധിക്കുന്ന ഒന്നല്ല. അതല്ലാത്ത രീതിയിൽ ഒരു മുസ്ലിമിനെ ശാരീരികമായി വേദനിപ്പിക്കുന്നതും ബുദ്ധിമുട്ടിക്കുന്നതും അതുപോലെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട പല ഹദീസുകളും മുമ്പേ പറയുകയും ചെയ്തു. عن أبي ذر قال سمعت النبي صلى الله عليه وسلم يقول, അടുത്ത ഹദീസ് അബൂ ദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, لا يرمي رجلا بالفسوق ولا يرميه بالكفر إلا ارتدت عليه إن لم يكن صاحبه كذلك. لا يرمي رجلا بالفسوق, ഒരു മുസ്ലിം, ഒരു വ്യക്തി മറ്റൊരു മുസ്ലിമിനെ, മറ്റൊരു വ്യക്തിയെ തെമ്മാടി എന്ന് ആക്ഷേപിക്കുന്നില്ല. വലാ യർമീഹി ബിൽ കുഫർ, കുഫറിലാണ് അവൻ എന്ന രീതിയിൽ ആക്ഷേപിക്കുന്നില്ല. ഇല്ല ഇർതദ്ദത് അലൈഹി, അത് അവനിലേക്ക് മടങ്ങാതെ. വഇല്ലം യകുൻ സ്വാഹിബുഹു കദാലിക്, അവൻ ആരെയാണോ വിളിച്ചത് അവൻ അങ്ങനെയല്ല എങ്കിൽ, അതായത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ നീ ഫാസിഖാണെന്ന് പറയാൻ, അല്ലെങ്കിൽ അവൻ ഫാസിഖാണെന്ന് ആളുകളുടെ മുമ്പിൽ പറയാൻ, അല്ലെങ്കിൽ നീ കാഫിറാണെന്ന് പറയുകയാണ്, അല്ലെങ്കിൽ അവൻ കാഫിറാണ് എന്ന് ആളുകളുടെ മുമ്പിൽ അറിയിക്കുകയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ പറഞ്ഞവരിലേക്ക് അത് തിരിച്ചു വരും. പറഞ്ഞവൻ അവൻ അതേ സ്ഥാനത്താകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഇല്ലം യകുൻ സാഹിബുഹു കദാലിക്, ഇവൻ ആരെ പറ്റിയാണോ പറഞ്ഞത് ആ പറഞ്ഞവനിൽ അതിനർഹമാകുന്ന ഒരു കാര്യം ഉണ്ടായിട്ടില്ല എങ്കിൽ, ഒരാൾ ഒന്നും ചെയ്തിട്ടില്ല, അള്ളാഹുവിനെ അനുസരിക്കുന്ന നല്ലൊരു വ്യക്തിയാണ്, അവനെ പോയി ഫാസിഖാണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞവൻ അതായി തീരും. ഒരാൾ കുഫറിന്റെ പ്രവർത്തനങ്ങളൊന്നും അവനിൽ വന്നിട്ടില്ല, കുഫറിന്റെ ഒരു പ്രവർത്തനം, അവനിൽ സംസാരം വന്നിട്ടില്ല, അവന്റെ പ്രവർത്തനം വന്നിട്ടില്ല,
ആ വ്യക്തിയെ പറ്റി കാഫിർ എന്നൊരാൾ പറയുകയാണ് എങ്കിൽ ആ കാഫിർ ആരായിട്ട് തീരും? ആ പറഞ്ഞവൻ അതായിട്ട് തീരും. അപ്പൊ വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് ഒരാളെ അയാൾ ഫാസിഖാണ് എന്ന്, അല്ലെങ്കിൽ ഒരാളെ കാഫിറാണെന്ന് ഒരു മുസ്ലിമിനെ പറയുന്നത്. അത് അയാൾ അതിന് അർഹനല്ല എങ്കിൽ, അതിനുള്ള ഒരു പ്രവർത്തനമോ വാക്കോ ഒന്നും അയാളിൽ നിന്ന് ഉണ്ടായിട്ടില്ല എങ്കിൽ ആ പറഞ്ഞ വാക്ക് പറഞ്ഞവരിലേക്ക് തന്നെ മടങ്ങുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അപ്പോ ഗൗരവത്തിൽ നമ്മുടെ സംസാരങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത്. കാരണം ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളത്. ഇവിടെ ഈ പറഞ്ഞവൻ കാഫിറാകും എന്നുള്ളത് പറഞ്ഞെടുത്ത് ഉലമാക്കൾ വിശദീകരിച്ചത് കാണാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പറഞ്ഞതോടുകൂടി അവൻ മില്ലത്തുനിന്ന് പുറത്താകുന്ന കാഫിറാകുന്നല്ല. അവൻ ചെയ്തത് വലിയ ഗൗരവമുള്ള ഒരു തെറ്റാണ്. അത് മുഖേന അവൻ കുഫറിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥയുണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞത് അൽ മആസി ബരീദുൽ കുഫർ, പാപങ്ങൾ എന്നുള്ളത് കുഫറിന്റെ സന്ദേശകനാണ് എന്നാണ്. അതായത് ഒരാൾ പാപങ്ങൾ തുടർന്നു കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അവൻ കുഫറിലേക്ക് എത്തിക്കുന്ന വഴിയിലേക്ക് പോകുന്ന ഓരോ ഘട്ടങ്ങളാണ്. കാരണം പാപങ്ങൾ മുഴുകി കഴിഞ്ഞാൽ, പിന്നെ ആ പാപങ്ങളിലേക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ പറ്റാതെ വരുമ്പോൾ അവൻ നിഷേധിയായി തീരും, അതിലേക്ക് എത്തിച്ചേരും. അപ്പൊ അതുപോലെ ഇവൻ ഈ പറഞ്ഞ വാക്ക് വലിയൊരു പാപമാണ്, അത് മുഖേന അവൻ കുഫറിലേക്ക് എത്തിച്ചേരുമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അപ്പോൾ എന്തു ഇരുന്നാലും ഗൗരവമുള്ള കാര്യമാണ് മറ്റൊരു മുസ്ലിമിനെ പറ്റി അവൻ തെമ്മാടിയാണ്, അല്ലെങ്കിൽ അവൻ കാഫിറാണ് എന്നീ വാക്കുകൾ അവന്റെ നേരെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുക്കലോ പറയുക എന്നുള്ളത്. عن أبي ذر سمع النبي صلى الله عليه وسلم يقول, അബൂ ദർ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടു, من ادعى لغير أبيه وهو يعلم فقد كفر. ഒരാൾ അവനറിയാം അവന്റെ ഉപ്പ ഇതല്ല എന്ന് അവൻ അറിയാം, എന്നിട്ടും ഇതാണ് അവന്റെ ഉപ്പ എന്ന നിലയ്ക്ക് അവൻ വാദിക്കുകയാണെങ്കിൽ അവൻ കാഫിറാണ് എന്നുള്ളത്. ഈ കഫറ എന്നുള്ള വാക്ക് ഈ ഹദീസുകളിലൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളതിന്റെ പൊതു ആശയം ദീനിന്റെ മില്ലത്തിൽ നിന്ന് പുറത്താകുന്ന കുഫർ എന്ന നിലക്കല്ല. കുഫർ രണ്ട് തരത്തിലുണ്ട്. കുഫറുൻ അക്ബറും ഉണ്ട്, കുഫറുൻ അസ്ഗറും ഉണ്ട്. കുഫറുൻ അക്ബർ എന്ന് പറഞ്ഞാൽ യഖ്റുജു മിന മില്ല, അവൻ മില്ലത്തിൽ നിന്ന് പുറത്താകും, ഇസ്ലാമിൽ നിന്ന് പുറത്താകും. പിന്നെ അള്ളാഹു നിഷേധിക്കുക, അതുപോലുള്ള കാര്യങ്ങൾ. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ നിർബന്ധമല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുക, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ അത് ഹലാലാണെന്ന് പറയുക, അതരത്തിൽ ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത്തെ കുഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മില്ലത്തിൽ നിന്ന് പുറത്താകില്ല, എന്നാൽ ആ പ്രവർത്തനത്തിന്റെ ഗൗരവം കുഫറിനോട് എത്തുന്ന അവസ്ഥയിലായിരിക്കും. ആ അർത്ഥത്തിലാണ് ഈ ഹദീസുകളെല്ലാം ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി അവനറിയാം അവന്റെ ഉപ്പ ഇതല്ല, അവന്റെ യഥാർത്ഥ സ്വന്തം പിതാവ് ഇതല്ല, ഒരാളല്ല എന്ന് അവനറിയാം. എന്നിട്ട് അവൻ വാദിക്കുന്നത് ഇതാണ് എന്റെ ഉപ്പ, ഞാൻ ആ വ്യക്തിയുടെ മകനാണ് എന്നൊരാൾ പറയുകയാണ് എങ്കിൽ, സ്വന്തം ഉപ്പയെ മാറ്റി പറയുകയാണ് എങ്കിൽ അവൻ കഫറ, അവൻ കുഫർ പോലെ ഗൗരവമുള്ള കാര്യമാണ് ചെയ്തിട്ടുള്ളത്. ഒരാൾ ഒരു ഗോത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നസബിലേക്ക്, ഒരു കുടുംബ പരമ്പരയിലേക്ക് അവൻ ചേർത്തി പറയുകയാണ്. അവൻ ആ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളല്ല. ഒരാള് പിന്നെ ഏതെങ്കിലും നല്ല ഒരു കുടുംബ ഗോത്രം, ഒരു കുടുംബം ഗോത്രം ഉണ്ട് വിചാരിക്കാം, അവൻ ആ കുടുംബത്തിൽപ്പെട്ട ആളേ അല്ല, അതിലൊരു നസബ് അവനില്ല. പക്ഷെ അവൻ പറയാണ് ഞാൻ ആ കുടുംബത്തിൽപ്പെട്ടവനാണ്, ഞാൻ ഇന്ന അതിൽപ്പെട്ടവനാണ് എന്ന് നിനക്ക് പറയാം. ഇപ്പൊ പല ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ തന്നെ കളവ് പറയുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവരുടെ പിതാക്കന്മാരുടെ സനദ് എത്തിച്ചേരുന്നുണ്ടോ എന്ന് യാതൊരു അടിസ്ഥാനമില്ലാഞ്ഞിട്ടും ഞാനൊരു തങ്ങളാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടിയാണ്, എന്റെ വല്യപ്പയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു നടക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ വേണ്ട. ഏതെങ്കിലും ഒരു കുടുംബത്തിലേക്ക് അവന്റേതല്ലാതെ ഗോത്രത്തിലേക്കോ കുലത്തിലേക്കോ കുടുംബത്തിലേക്കോ അവനെ ചേർത്തി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫല്യതബവ്വ മഖ്അദഹു മിനൻ നാർ, അവൻ നരകത്തിൽ അവന്റെ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ. ഇത് പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ പറയുമ്പോ അന്ന് അറബികൾക്കിടയിൽ അവരുടെ ഗോത്രം, അവരുടെ പാരമ്പര്യം, അവരുടെ ആ നസബ്, തലമുറ, അതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുകളാണ് അറബികൾ എന്നുള്ളത്. നമ്മുടെ നാടുകളിലും ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഗൗരവത്തിൽ ആ ഒരു പാരമ്പര്യത്തിന് മേലെ അഭിമാനം കൊള്ളുന്ന, മറ്റുള്ളവരെ പാരമ്പര്യങ്ങൾ മോശമാണെങ്കിൽ അതിന്റെ പേരിൽ അവരെ പുച്ഛിക്കുന്ന ഒരവസ്ഥ, അത് ഇസ്ലാമിലാണെങ്കിൽ പോലും തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
അപ്പൊ അങ്ങനെയുള്ള ആളുകളെ പറയുന്നത് ഇല്ലാത്തൊരു ഗോത്രത്തിലേക്ക് സ്വന്തത്തെ ചേർത്തി പറയുക എന്നുള്ളത് അവൻ നരകത്തിൽ അവന്റെ സീറ്റ് അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. വമൻ ദഅ റജുലൻ ബിൽ കുഫ്രി, ഒരാൾ മറ്റൊരു മുസ്ലിമിനെ കുഫറിന്റെ പേരിൽ വിളിക്കുകയാണ്, അവൻ കാഫിറാണെന്ന് നിലക്ക് പറയുകയാണെങ്കിൽ, ഔ ഖാല അദുവുല്ലാഹ്, അല്ലെങ്കിൽ പറയാണ് അള്ളാഹുവിന്റെ ശത്രു എന്ന നിലക്ക് പറയാണ്, വലൈസ കദാലിക ഇല്ലാ ഹാറത് അലൈഹി, അത് ആ പറഞ്ഞതിലേക്ക് തന്നെ മടങ്ങാതെ ഒരു അവസ്ഥയും ഇല്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ആശയം. അപ്പൊ ഒരു മുസ്ലിമിനെ ഈ തരത്തിലുള്ള ഏതെങ്കിലും ഒരു വാക്ക് പറയുന്നത് ഗൗരവത്തിൽ നമ്മൾ സൂക്ഷിക്കണം. കാരണം അത് അവന് ബാധകമല്ല എങ്കിൽ അത് പറഞ്ഞവനിലേക്ക് മടങ്ങി വരും. അള്ളാഹുവിന്റെ ശത്രു എന്നോ അല്ലെങ്കിൽ കാഫിർ എന്നോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അത് നമ്മിലേക്ക് തിരിച്ചു വരും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കണം. ഒന്ന്, സ്വന്തം ഉപ്പയല്ലാത്ത മറ്റൊരാളിലേക്ക് എന്റെ പിതാവാണ് നിരക്ക് ചേർത്തി പറയുക അവന്റെ അറിവോടുകൂടി. രണ്ട്, അവന്റെ കുടുംബമല്ലാത്ത, ഗോത്രമല്ലാത്ത, പരമ്പര ഇല്ലാത്ത ഒന്നിലേക്ക് ചേർത്തി പറയുക എന്നുള്ളത്. അതുപോലെ മുസ്ലിമിനെ കാഫിർ എന്ന് വിളിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശത്രു എന്ന് വിളിക്കുക എന്നുള്ളത്. عن عدي بن ثابت قال سمعت سليمان بن سرد رجلا من أصحاب النبي صلى الله عليه وسلم قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളിൽ നിന്ന് കേൾക്കുകയുണ്ടായി, ഇസ്തബ്ബ റജുലാനി ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വെച്ച് രണ്ടാളുകൾ തമ്മിൽ പരസ്പരം ചീത്ത വിളിക്കുന്ന, പരസ്പരം ആക്ഷേപിക്കുന്ന ഒരവസ്ഥയുണ്ടായി. രണ്ടാളുകൾ പരസ്പരം ചീത്ത വിളിക്കുകയാണ്, മുസ്ലിമീങ്ങൾ. ഫഗളിബ അഹദുഹുമാ, അതിൽ ഒരാൾ ഭയങ്കരമായി ദേഷ്യപ്പെട്ടു. ചീത്ത വിളിക്കുമ്പോൾ ഒരാൾ ഭയങ്കരമായി ദേഷ്യപ്പെട്ടു. ഫശ്തദ്ദ ഗളബുഹു ഹത്താ ഇൻതഫഖ വജ്ഹുഹു വതഗയ്യറ, അവന്റെ കോപം കൂടിക്കൂടി അവന്റെ മുഖത്തിന്റെ നിറം മാറുമാറ്, അല്ലെങ്കിൽ ആ ദേഷ്യം വന്നൊരു അവസ്ഥ ഉണ്ടല്ലോ, അങ്ങനെ അത്രയും കോപിതനായി നിൽക്കുകയാണ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്ത് പറഞ്ഞു, ഇന്നി ലാ അഅലമു കലിമതൻ, എനിക്കൊരു വാക്കറിയാം, ലൗ ഖാലഹ, അതാ വാക്കെങ്ങാനും അവൻ പറയുകയാണ് എങ്കിൽ, ലദഹബ ഇൻദല്ലദീ യജിദു, അവൻ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്താണോ അത് അവനിൽ നിന്ന് അവൻ പോയി, അഥവാ അവന്റെ ആ കോപം അവനിൽ നിന്ന് പോകും, അവനിപ്പോൾ അനുഭവിക്കുന്ന ആ കാര്യം അവനിൽ നിന്ന് പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. فانطلق إليه الرجل فأخبره بقول النبي صلى الله عليه وسلم, അങ്ങനെ ഒരു വ്യക്തി ഇത് കേട്ടു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞതെന്ന് കേട്ടു. അത് ആ വാക്ക് ദേഷ്യം വന്ന് നിൽക്കുന്ന ഈ ആളോട് പറയാൻ വേണ്ടി ഒരാൾ പോയി. വഖാല ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അങ്ങനെ ഈ ദേഷ്യം വന്നിട്ട് ദേഷ്യം മൂർച്ഛിച്ചിരിക്കുന്ന ഒരാളാണ്, അയാളോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തഅവ്വദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, നീ പിശാചിൽ നിന്ന് രക്ഷ തേടുക എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അഥവാ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുക എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. വഖാല, അപ്പൊ ആ വ്യക്തി പറഞ്ഞു, അതറാബി ബഅസൻ, നിനക്കെന്താ, എനിക്ക് വല്ല കുഴപ്പമുണ്ടോ തോന്നുന്നുണ്ടോ? അമജ്നൂൻ അന, ഞാനെന്താ ഭ്രാന്തനാണോ? ഇദ്ഹബ്, നീ തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞു. അതായത് ഈ വ്യക്തി ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ദേഷ്യത്തിൽ നിൽക്കുമ്പോഴാണ് ഒരാൾ വന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞിട്ടുണ്ട്, നീ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാളെ ദേഷ്യത്തിൽ എന്തായി, അയാളെ ദേഷ്യത്തിന്റെ ആധിക്യം കൊണ്ട് അയാൾ ചോദിക്കാൻ, ഞാനെന്താ ഭ്രാന്തനാന്ന് വിചാരിച്ചു പോയിട്ടുണ്ടോ? നീ തിരിച്ചു പോയിക്കോ എന്നുള്ളത്. ഇതില് ഈ ഹദീസില് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ ദേഷ്യത്തെ ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട പറയേണ്ട ഒരു വാക്ക് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നാണ്. കാരണം പിശാച് ഒരു മനുഷ്യന്റെ മേലെ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന രണ്ട് സമയങ്ങളുണ്ട്. അതിലൊന്ന് അവന് ദേഷ്യം വരുന്ന സമയമാണ്, അവൻ കോപിക്കുന്ന സമയമാണ്. രണ്ട്, അവന് ശഹ്വത്തുകളുടെ ആധിക്യമുള്ള സമയമാണ്. ഈ രണ്ട് സമയത്തും പിശാചിന്റെ കയ്യിലെ കളിപ്പാട്ടമായി മനുഷ്യൻ മാറും. ഒന്ന് വൈകാരികമായിട്ടുള്ള ദേഹേച്ഛകൾ വർദ്ധിക്കുന്ന സമയത്തും, രണ്ട് ദേഷ്യം വരുന്ന സമയത്തും. ഇതിൽ രണ്ടിൽ തന്നെ ദേഷ്യം വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പിശാചിന് ഒരു മനുഷ്യനെ നിയന്ത്രണത്തിൽ കിട്ടുക. കാരണം ഈ ശഹ്വത്തിൽ വീണു പോകുന്ന ഒരുത്തൻ ചിലപ്പോൾ ദേഷ്യപ്പെട്ടോണമെന്നില്ല, പക്ഷെ ദേഷ്യപ്പെടുന്ന ഒരാൾക്ക് അവന് ശഹ്വത്ത് നിയന്ത്രിക്കാനേ സാധിക്കില്ല. ശഹ്വത്തിന് നിയന്ത്രിക്കാൻ സാധിക്കാത്ത ദുർബലതയുള്ള ഒരാൾക്ക് ചിലപ്പോൾ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിച്ചെന്ന് വരും. പക്ഷെ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കാത്തവന് അവന്റെ ദേഹേച്ഛകളെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല, അത്രയും ദുർബലനായിരിക്കും അവൻ. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യം വരുന്ന സമയത്ത് മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദേഷ്യം വരുന്ന സമയത്ത് നിൽക്കുന്നവൻ ഇരിക്കുകയും ഇരിക്കുന്നവൻ കിടക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
കാരണം ദേഷ്യം വരുമ്പോ അവന്റെ നാവിനെ നിയന്ത്രിക്കാനും ദേഷ്യം വരുന്ന സമയത്ത് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും. ഒരാൾ നിൽക്കുമ്പോ ചെയ്യുന്ന അത്ര ഒരാൾക്ക് എപ്പം പറ്റൂല, ഇരിക്കുമ്പോ ചെയ്യാൻ പറ്റൂല. ഇരിക്കുമ്പോ ചെയ്യുന്ന അത്ര അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കിടക്കുമ്പോ ചെയ്യാൻ പറ്റൂല. ഇനി അതിനും മാറിയിട്ടില്ല എങ്കിൽ ആ ചൂടിനെ ഈ ദേഷ്യാവട്ടെ ശേവത്താവട്ടെ ഈ രണ്ട് സമയത്തും ശരീരം ചൂടാവും. വുദു എടുത്തുകൊണ്ട് ആ പിശാചിന്റെ പ്രവർത്തനത്തെ കെടുത്തി കളയാൻ വുദു എടുക്കാൻ പറഞ്ഞു. എന്നിട്ടും ആവുന്നില്ല എങ്കിൽ നിസ്കരിക്കാൻ പറഞ്ഞു. അപ്പൊ അത്രയും മനുഷ്യന്റെ നിയന്ത്രണം തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ് ദേഷ്യപ്പെടുക എന്നുള്ളത്. അവൻ എന്താ പറയുന്നതെന്നോ എന്താ ചെയ്യുന്നതെന്നോ ഒന്നും അവന്റെ കൺട്രോളിൽ ഇല്ലാതെ പോകുന്ന ഒരു സന്ദർഭം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ കോപിക്കരുത് എന്ന് ഒരാളോട് ഒരുപാട് വസിയത്ത് പറഞ്ഞത്. അപ്പൊ ഈ ഒരു അവസ്ഥ നോക്കി, അയാൾ ദേഷ്യം വന്ന് അതിന്റെ ആ മൂർധന്യ അവസ്ഥയിൽ ഒരാൾ വന്നിട്ട് പറയാണ് ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഭ്രാന്തന തോന്നുന്നുണ്ടോ പറഞ്ഞിട്ട്. കാരണം അയാൾക്കത് ആലോചിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല അയാൾ. അത്രയും കോപത്തിലായി നിൽക്കുന്ന ഒരവസ്ഥ അയാൾക്ക് അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോ നമ്മൾ പരസ്പരം ചീത്ത വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വന്നിട്ടുള്ളത്. രണ്ട്, കോപത്തിന്റെ അപകടവും ഇനി ആ കോപത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ള വാക്ക് അതിന്റെ ആശയത്തെ ഉറ്റാലോചിച്ചുകൊണ്ട് അഥവാ പിശാചിൽ നിന്ന് രക്ഷ നേടാൻ ആത്മാർത്ഥമായ അള്ളാഹുവിനോട് തേടിക്കൊണ്ട് പറയേണ്ട വാക്കാണത്. അപ്പൊ പരസ്പരം ചീത്ത വിളിക്കുന്നത് സ്വന്തം ബുദ്ധി തിരിഞ്ഞു പോകുന്ന അത്ര കോപം വരാനുള്ള ഒരു കാരണമായി മാറും. കുറച്ചു നേരത്തെ നിശബ്ദത, കുറച്ചു നേരത്തെ ഒരു ക്ഷമ ഉണ്ടെങ്കിൽ ചിലപ്പോ വലിയ നഷ്ടങ്ങൾ നമുക്ക് എന്താക്കാൻ പറ്റും, വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അടുത്ത ബാബു മൻ ലം യുവാജിഹിൻ നാസ് ബികലാമിഹി. ഈ ബാബിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളോട് നേരിട്ട് കാര്യങ്ങൾ പറയാതിരിക്കുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ബാബിലെ കൊടുക്കുന്ന ഒരു ഹദീസ്, ഈ ബാബിന് ഈ തലക്കെട്ട് കൊടുക്കാനുള്ള കാരണം ഇവിടെ സഹീഹിലല്ലാതെ വഈഫിൽ ഒരു ഹദീസ് വന്നിട്ടുണ്ട്. ആ ഹദീസിന്റെ ആശയത്തിലാണ് ഈ തലക്കെട്ട് വന്നിട്ടുള്ളത്. ആ ഹദീസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോടും അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക്, അയാൾക്ക് കേൾക്കുന്നത് ഇഷ്ടമില്ലാത്തൊരു വാക്ക് അല്ലെങ്കിൽ അയാൾക്ക് ബുദ്ധിമുട്ടായ രീതിയിലെ വാക്ക് അയാളോട് നേരിട്ട് പറയാറുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രീതിയായിരുന്നു. അതാണ് ആ ഹദീസിന്റെ ആശയം. അതുകൊണ്ടാണ് ഈ ഒരു തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് വേദനിക്കുന്നതോ അല്ലെങ്കിൽ ഒരാൾക്ക് വെറുപ്പുണ്ടാക്കുന്നതോ ഒരാൾക്ക് ഇഷ്ടമില്ലാത്തതോ ആയ കാര്യങ്ങൾ അയാളോട് നേരെ പോയി പറഞ്ഞ് അയാളെ വേദനിപ്പിക്കുന്ന രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നില്ല. ഈ ബാബിൽ കൊടുത്തിട്ടുള്ള ഒരു ഹദീസ് عن عائشة رضي الله عنها قالت عائشة رضي الله عنها പറയാണ് صنع النبي صلى الله عليه وسلم شيئا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ ചെയ്തു. فرخص فيه. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് ആ വിഷയത്തിൽ ഇളവ് കൊടുത്തു. فتنزه عنه قوم. എന്നാൽ ചില ആളുകൾ ആ ഇളവ് സ്വീകരിക്കാൻ തയ്യാറായില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വിഷയത്തിൽ എതിരായിരുന്നു. فبلغ ذلك النبي صلى الله عليه وسلم. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അറിയിക്കപ്പെട്ടപ്പോൾ فخطب فحمد الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളുടെ മുമ്പിൽ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തി. അല്ലാഹുവിനെ സ്തുതിച്ചു, എന്നിട്ട് ഒരു പ്രസംഗം നടത്തി. ثم قال, അതിൽ പറഞ്ഞു, ما بال قوم. ചില ആളുകളുടെ അവസ്ഥ എന്താണ്, يتنزعون عن الشيء أصنعه. ഞാൻ ചെയ്ത ചില കാര്യങ്ങൾ അവർ ചെയ്യാൻ തയ്യാറാകുന്നില്ല, അവരത് ഒഴിവാക്കുന്നു. ഫവല്ലാഹി, അല്ലാഹുവാണ്, ഇന്നി ലാ അലമുഹും ബില്ലാഹ്, ഞാനാണ് അവരെക്കാൾ അല്ലാഹുവിനെ കുറിച്ച് അറിവുള്ളവൻ. വഅശദ്ദുഹും ലഹു ഖശിയതൻ, അവരെക്കാൾ അല്ലാഹുവിനെ കുറിച്ച് ഭയമുള്ളവൻ എന്ന് പറഞ്ഞു. ഈ ഹദീസ് പറയാനുള്ള സന്ദർഭങ്ങൾ ഒന്ന് രണ്ട് റിവായത്തുകൾ ഉലമാക്കൾ പറയുന്നുണ്ട്. അതിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ റമദാനിൽ ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും നോമ്പുകാരാണ്. അപ്പൊ ആ യാത്രയിൽ ഒരുപാട് ഞെരുക്കം അനുഭവിക്കുന്ന മശക്കത്തുള്ള ഒരു അവസ്ഥയുണ്ടായി. ഒരു ബുദ്ധിമുട്ട്, നോമ്പ് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിച്ചു. യാത്രക്കാരന് മശക്കത്തുണ്ടെങ്കിൽ അത് നോമ്പ് മുറിക്കാൻ അനുവദനീയമാണ്. ബുദ്ധിമുട്ടുണ്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നോമ്പ് മുറിച്ചു. എന്നിട്ട് സഹാബികളോട് നോമ്പ് മുറിച്ചുകൊള്ളാൻ അനുവാദം നൽകി. അപ്പൊ കുറച്ച് സഹാബികൾക്ക് അത് പെട്ടെന്ന് എന്താവില്ല, നോമ്പ് എടുക്കുക, എന്തിനപ്പം മുറിക്കുന്നത് എന്ന നിലക്ക് അവർക്ക് തോന്നി. മുറിക്കണ്ടല്ലോ, നോമ്പ് എടുക്കണമല്ലോ നല്ലത് എന്ന നിലക്ക് അവർക്ക് തോന്നി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടും അവർ നോമ്പ് മുറിക്കാത്തൊരവസ്ഥ ഉണ്ടായി. അവർ ആലോചിച്ച് എങ്ങനെയാണ് അവർ നോമ്പ് എടുക്കാലോ എന്ന നിലക്കാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകളുടെ അവസ്ഥ എന്താണ്, ഞാനൊരു കാര്യം ചെയ്തു പക്ഷെ അവരതിന് എതിരാവുകയാണ്, അതവർ ചെയ്യുന്നില്ല. എന്നിട്ട് പറയാണ്, വല്ലാഹി ഇന്നി ലാ അലമുഹും ബില്ലാഹ് വഅശദ്ദുഹും ലഹു ഖശിയതൻ,
ഞാനാണ് അവരെക്കാൾ അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ളവനും ഞാനാണ് അവരെക്കാൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനും. ഇതൊരു ദീനിന്റെ അടിസ്ഥാനം അറിയിക്കുന്നതാണ്. അങ്ങനെ അവരും നോമ്പ് മുറിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അത് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ ഒന്ന് നമുക്ക് ഏറ്റവും പരിചയിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. മൂന്നാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകൾ നോക്കിക്കാണാൻ പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നതൊക്കെ കുറവാണ് എന്ന് തോന്നി. കാരണം അവർ പറഞ്ഞു, ഞാനിനി രാത്രി ഉറങ്ങില്ല. ഒരാൾ പറഞ്ഞു ഞാൻ വിവാഹം കഴിക്കില്ല. ഒരാൾ പറഞ്ഞു ഞാൻ ഇന്നും നോമ്പായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചിട്ടുണ്ട്, രാത്രി ഉറങ്ങാറുണ്ട്, നിസ്കരിക്കാറുണ്ട്, നോമ്പ് വിൽക്കാറുണ്ട്, നോമ്പില്ലാത്ത ദിവസങ്ങളുണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഇതിനോട് എതിരാകുന്നത് എന്താണ്? അവരെക്കാൾ ഞാനാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവൻ എന്ന് എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മൾ എത്ര കഷ്ടപ്പെട്ടു, നമ്മൾ എത്ര ബുദ്ധിമുട്ടി, നമ്മൾ എത്ര ചെയ്തു, എത്ര അളവിൽ ചെയ്തു, എത്ര കൂടുതൽ ചെയ്തു എന്നുള്ളതല്ല അതിന്റെ അടിസ്ഥാന കണക്ക്. അള്ളാഹുവിന്റെ അടുക്കൽ കർമ്മങ്ങൾ പരിഗണിക്കപ്പെടണമെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചതുപോലെ തന്നെ ആകണം. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചതിന് അപ്പുറത്തേക്ക് ചെയ്താൽ അതൊരിക്കലും എന്താവില്ല, ദീനാവില്ല. കാരണം ഇതാണ് മറുപടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിട്ടുള്ളത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഒരു ഭയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഒരു തഖ്വയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഒരു ഇബാദത്തോ ഇല്ല. അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇളവ് നൽകിയിട്ടുള്ള ഒരു കാര്യമുണ്ട് എങ്കിൽ അതിനപ്പുറത്തേക്ക് പിന്നെ അതിനെ മറികടന്നുകൊണ്ട് എന്തെങ്കിലും അധികരിച്ച് ചെയ്തുകൊണ്ട് തഖ്വ തെളിയിക്കാനോ അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാനോ നിൽക്കുക എന്നുള്ളത് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ, സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ഇബാദത്തിന്റെ അടിസ്ഥാനം. ബിദ്അത്തുകൾ ചെറുതാണെങ്കിലും അത് വലിയ അപകടമാണ്. സുന്നത്തുകൾ എത്ര ചെറുതാണെങ്കിലും അത് ഏറ്റവും മഹത്തരവുമാണ്. അതുകൊണ്ട് സുന്നത്തിനോട് യോജിക്കുക എന്നുള്ളതാണ് ദീനിന്റെ അടിസ്ഥാനം. അതല്ലാതെ കൂടുതലായി ചെയ്തോ കൂടുതലായി എന്താണ് ചെയ്തത് എന്നുള്ളതല്ല അടിസ്ഥാനം എന്നുള്ളത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി തരുന്ന ഒരു ഹദീസ് കൂടിയാണ്. ബാബു മൻ ഖാല ലിആഖിർ യാ മുനാഫിഖ് ഫീ തഅ്വീൽ തഅവ്വലഹു. ഈ ബാബിലെ ഉദ്ദേശം ഒരാൾ മറ്റൊരാളെ മുനാഫിഖ് എന്ന് വിളിക്കുകയാണ്, അവൻ ചിന്തിച്ചുണ്ടാക്കിയ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ. അതായത് ഒരാൾക്ക് തോന്നി ഇവന് മുനാഫിഖാണ് എന്നൊരാൾക്ക് തോന്നി. ആ തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ അവൻ നീ മുനാഫിഖാണ് എന്ന് നിലയ്ക്ക് ആ മുനാഫിഖ് എന്നൊരാളെ വിളിക്കുകയാണ്. അങ്ങനെ വിളിക്കുന്നതിന്റെ ഗൗരവം, അതായത് നമ്മുടെ ചിന്തക്കോ അല്ലെങ്കിൽ നമ്മുടെ തോന്നലിനോ അല്ല ഒരാളെ ദീനിൽ കാഫിറാക്കലും മുനാഫിഖാക്കലും ഫാസിഖാക്കലും ഒക്കെ ചെയ്യേണ്ടത്. അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളും അതിന് നിബന്ധനകളും പാലിച്ചിരിക്കണം. അത് അറിയിക്കുന്ന ഒരു സംഭവമാണ്. ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. عن علي رضي الله عنه قال علي بن أبي طالب رضي الله عنه പറയാണ്, بعثني النبي صلى الله عليه وسلم والزبير بن العوام. എന്നെയും സുബൈർ ബിൻ അവ്വാമിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചു. വകിലാന ഫാരിസുൻ, ഞങ്ങൾ രണ്ടുപേരും കുതിരപ്പുറത്താണ്. فقال انطلقوا حتى تبلغوا روضة كذا وكذا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇന്ന തോട്ടം അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു, അവിടെ എത്തുന്നത് വരെ നിങ്ങൾ പോകണം. ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് ഒരു സന്ദർഭം കൂടി ആദ്യം പറയാം. മക്ക ഫത്ഹിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ഒരുക്കിയിട്ട് മദീനത്തിൽ നിന്ന് പുറപ്പെടാൻ നിൽക്കുന്ന സമയമാണ്. ആ പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങി എല്ലാം തയ്യാറായി നിൽക്കുന്ന സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി ഇറക്കുന്നത്. ഹാത്തിബ് റളിയല്ലാഹു അൻഹു മക്കയിലെ മുശ്രിക്കീങ്ങളിലേക്ക് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫത്ഹിന് വേണ്ടി ഒരുങ്ങി വരുന്നുണ്ട്, മുസ്ലിമീങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് മക്കക്കാരെ അറിയിക്കാൻ വേണ്ടി ഒരു കത്ത് ഒരു സ്ത്രീയുടെ അടുക്കൽ കൊടുത്തു വിട്ടിട്ടുണ്ട് എന്ന് വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തുന്നത്. അപ്പൊ വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനോടും സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിനോടും പറഞ്ഞു, ഇന്ന സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ നിങ്ങൾ പോകണം എന്ന നിലയ്ക്ക് അവരോട് പറഞ്ഞു. അതാണ് ഈ പറയുന്നത്. അപ്പൊ ലക്ഷ്യം ഈ ഒരു ഉദ്ദേശത്തിലാണ്. അപ്പൊ ഇന്ന സ്ഥലത്ത് നിങ്ങൾ എത്തും. വബിഹാ ഇംറഅതുൻ മഅഹാ കിതാബുൻ മിൻ ഹാതിബ് ഇലൽ മുശ്രിക്കീൻ. അവിടെ ഒരു സ്ത്രീ ഉണ്ടാവും. ആ സ്ത്രീയുടെ അടുക്കൽ മുശ്രിക്കീങ്ങളിലേക്ക് ഹാത്തിബ് എഴുതി അയച്ച കത്തുണ്ടാകും. ഫഅ്തൂനി ബിഹാ, അവളിൽ നിന്ന് ആ കത്ത് നിങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവളെ കൊണ്ട് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും പോവാണ്. പോവാണ്.
ووافيناها تسير على بعير لها حيث وصف لنا النبي صلى الله عليه وسلم. അങ്ങനെ ഞങ്ങൾ ആ പ്രദേശത്ത് എത്തിയപ്പോൾ ഒട്ടകപ്പുറത്തായിക്കൊണ്ട് ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്ഥലത്തും അതുപോലെയുള്ള വിശേഷണങ്ങളും ഒത്ത രീതിയിൽ ആ സ്ത്രീയെ ഞങ്ങൾ കണ്ടു. ഫഖുൽന, അങ്ങനെ ഞങ്ങൾ ആ സ്ത്രീയോട് പറഞ്ഞു, അൽ കിതാബ് അല്ലദി മഅക്, നിന്റെ കയ്യിലുള്ള ആ എഴുത്ത് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള എഴുത്ത് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. ഖാലത്ത്, അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, മാ മഅയ കിതാബ്, എന്റെ അടുക്കൽ ഒരു എഴുത്തുമില്ല, എന്റെ അടുക്കൽ ഒരു കത്തുമില്ല. ഫബഹത്നാഹ വബഈറഹ, അവർ പരിശോധിച്ചു, അവർ ആ പെണ്ണിന്റെ കെട്ടുകളിലും അതുപോലെ ഒട്ടകത്തിലും അതുപോലെ പരിശോധിച്ചു. ഫഖാല സാഹിബി മാ അറാ, അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറയാണ്, സുബൈർ ഇബ്നു അബ്ബാബ് റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, ഞാൻ ഒന്നും കാണുന്നില്ല, കത്തൊന്നും കാണുന്നില്ല പറഞ്ഞു. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, അഥവാ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ കദബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയില്ല, കളവ് പറയില്ല. വല്ലദി നഫ്സി ബിയദി, അല്ലാഹു ആണ് സത്യം, ലഉജദ്ദിദന്നകി ഔ ലതുഖ്രിജന്നഹു, നീ തുഖ്രിജിന്നഹു, ഞാൻ നിന്റെ വസ്ത്രം അഴിച്ച് പരിശോധിക്കണോ അതല്ല നീ അതെനിക്ക് തിരിച്ചു തരുന്നോ എന്ന് ചോദിച്ചു. അതായത് അത് കിട്ടുന്ന വരെ പരിശോധിക്കും, അതിന്റെ വസ്ത്രം ഊരിയിട്ടാണെങ്കിൽ പരിശോധിക്കണോ അതല്ല നീ എനിക്ക് തിരിച്ചു തരാണോ നല്ലത് എന്ന് ചോദിച്ചു. അപ്പോ അപ്പോ ആ പെണ്ണ് അവളുടെ മുടിയുടെ ഭാഗത്തുള്ള ഒരു കെട്ടിലേക്ക്, ഒരു തുണിയുടെ കെട്ടിലേക്ക് അവളുടെ കൈ പ്രവേശിച്ചു. ഇജാറ സൂഫിൻ, സൂഫ് കൊണ്ടുണ്ടാക്കിയ അഥവാ കമ്പിളി, ആ കട്ടിയുള്ള ഇതുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഷാൾ പോലെ ഉണ്ടായിരുന്നു. ഫഖറജത്, അതിന്റെ അകത്ത് നിന്ന് കത്തെടുത്തു. ഫഅതൈന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലെത്തി. ഫഖാല ഉമർ, അപ്പൊ എത്തിയ സമയത്ത് ഇവിടുന്ന് ഹാത്തിബ് റളിയല്ലാഹു അൻഹു കൊടുത്തയച്ച കത്താണ്. അപ്പൊ കത്ത് തെളിവടക്കം തിരിച്ചെത്തി. അപ്പൊ അവിടെ ഹാത്തിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, സഹാബികളുണ്ട്. അപ്പൊ ഇങ്ങനെ അലി റളിയല്ലാഹു അൻഹു സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു കത്തുമായിട്ട് തിരിച്ചു വന്നപ്പോ ഇത് കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഭയങ്കര ദേഷ്യം വന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാനല്ലാഹു വറസൂലഹു വൽ മുഅ്മിനീൻ, ഹാത്തിബ് റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇവനതാ അല്ലാഹുവിനെയും റസൂലിനെയും മുഅ്മിനീങ്ങളെയും ചതിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. കാരണം യുദ്ധത്തിന് മക്കം ഫത്തഹിന് പോവാണ്, യുദ്ധം പ്രതീക്ഷിച്ചിട്ടാണ് പോണത്. അപ്പോ പ്രതീക്ഷിക്കാതെ പോയിട്ട്, അഥവാ ശത്രുക്കൾ പ്രതീക്ഷിക്കാതെ പോയിട്ട് വേണം അത് കീഴടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനു മുമ്പേ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചാരപ്പണി ചെയ്തിട്ടുള്ളതാണ്. ആ അർത്ഥത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞത്, ഇവൻ അല്ലാഹുവിനെയും റസൂലിനെയും മുഅ്മിനീങ്ങളെയും ചതിച്ചിരിക്കുകയാണ്. ദഅനി അദ്രിബ് ഉൻഖഹു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ നിങ്ങൾ സമ്മതിക്കണം, ഞാൻ അവന്റെ പെരടി വെട്ടാന്ന് പറഞ്ഞു. അതായത് ആ രീതിയിലുള്ള നിഫാഖാണ് സംഭവിച്ചിട്ടുള്ളത്, അതിനുള്ള ആ ശിക്ഷ നൽകണം എന്ന നിലക്ക് പറഞ്ഞു. വഖാല, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മാ ഹമലക്, നീ എന്തിനാണ് ചെയ്തത്, എന്താണ് ഇത് ചെയ്യാനുള്ള കാരണം? ഫഖാല, അപ്പോ ഹാത്തിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ബി ഇല്ലാ അൻ അകൂന മുഅ്മിനൻ ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കാത്ത ഒരാളല്ല, ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, ഞാൻ മുഅ്മിനാണ്. വഅറദ്തു അൻ യകൂന ലി ഇൻദൽ ഖൗമിയത്തുൻ, നാളെ അവിടെ പോയി തോൽപ്പിക്കുന്ന സമയത്ത്, അവരെ കീഴ്പ്പെടുത്തുന്ന സമയത്ത് മക്ക മുശ്രിക്കുകളുടെ അടുക്കൽ എനിക്കൊരു പരിഗണന കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചില വായിച്ച് കാണാം, നിങ്ങൾക്കൊക്കെ അവിടെ കുടുംബക്കാരും മറ്റുമൊക്കെ ഉണ്ട്, എനിക്കവിടെ പരിചയക്കാരായിട്ട് ഒന്നുമില്ല, അവിടെ സ്ഥാനമില്ല. അപ്പൊ അവിടെ ചെല്ലുന്ന സമയത്ത് എന്റെ കുടുംബത്തിനൊന്നും ഒരു രീതിയിലും പരിഗണിക്കാത്ത അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം കിട്ടുമെന്ന നിലക്ക്, ഒരു പരിഗണന കിട്ടുമെന്ന നിലക്ക് അതിനു വേണ്ടി ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞു. ഖാല, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വദഖ, പറഞ്ഞു സ്വദഖ, അവൻ പറഞ്ഞത് സത്യമാണ്, ചതിക്കണം എന്ന ഉദ്ദേശത്തിലല്ല, ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. യാ ഉമർ, എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവലൈസ ഖദ് ശഹിദ ബദ്റൻ, ഈ ഹാത്തിബ് ബദറിൽ പങ്കെടുത്തവനല്ലേ ചോദിച്ചു. ലഅല്ല അല്ലാഹ തബഅ ഇലൈഹിം ഫഖാല, അല്ലാഹു അവരിലേക്ക് നോക്കിക്കൊണ്ട്, ബദറിൽ പങ്കെടുത്തവരിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇഅ്മലു മാ ശിഅ്തും, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ, ഫഖദ് വജബത് ലക്കുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ്ഗം നിർബന്ധമാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫദമിഅത് ഐന ഉമർ, ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി, കണ്ണുനീർ രണ്ട് കണ്ണിൽ നിന്നും വാർന്നൊഴുകി. വഖാല, എന്നിട്ട് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവും റസൂലുമാണ് അറിയുക എന്നുള്ളത്. അപ്പൊ ഇവിടെ ഈ ബാബിൽ ഒരു വ്യക്തിയെ മുനാഫിഖ് എന്ന് വിളിക്കുന്നതിന്റെ ഗൗരവത്തെ യാതൊരുവിധ അടിസ്ഥാനമില്ലാതെ സ്വന്തം വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വിളിക്കുന്നതിന്റെ ഗൗരവത്തിൽ ഈ ഹദീസ് കൊടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ഹാത്തിബ് റളിയല്ലാഹുവിന്റെ അവസ്ഥ മനസ്സിലാക്കാതെ, അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ, അതിനു പിന്നിൽ ഹാത്തിബ് റളിയല്ലാഹുവിന്റെ സ്ഥാനത്തെ മനസ്സിലാക്കാതെ ഒരൊറ്റ കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് വിധിച്ചു?
എന്ത് വിധിച്ചു? മുനാഫിഖാണ് അവൻ, അവനക്ക് തലവെട്ടാം എന്നുള്ള നിലയ്ക്ക് ഉമർ റളിയല്ലാഹു അൻഹു വിധിച്ചു. അതുകൊണ്ടാണ് ഈ ബാബിൽ ഈ ഹദീസ് കൊടുക്കാനുള്ള കാരണം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരാളുടെ എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോഴേക്കും ആ വ്യക്തിയെ ഏതൊക്കെ തരത്തിലാണ് ആക്ഷേപിക്കുന്നത്? പലതരത്തിൽ നമ്മൾ പല കാണാം. അതുകൊണ്ടാണ് പറയാറുള്ളത്, ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കാര്യം കാണുമ്പോൾ ആ വ്യക്തി പറഞ്ഞ വാക്കാവട്ടെ പ്രവർത്തനമാവട്ടെ, ആ വ്യക്തി പറയാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ സാധ്യത എന്താണ്, എന്തിനാണ് പറഞ്ഞത് എന്നൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ സന്തോഷം കൊണ്ട് ഒട്ടകത്തിനെ പിടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹ് ഞാൻ നിന്റെ റബ്ബും നീ എന്റെ അടിമയാണ്. വാക്ക് കുഫറിന്റെ വാക്കാണ്. പക്ഷെ ആ വ്യക്തി പറഞ്ഞെന്താണ്? സന്തോഷത്തിന്റെ ആധിക്യത്തിൽ ആ സമയത്തില് പറഞ്ഞു പോയതാണ്, അയാൾ മനസ്സിൽ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അപ്പൊ ഈ നമ്മുടെ വീക്ഷണപ്രകാരം ഒരാളെ കാഫിറാക്കാനോ, ഒരാളെ മുനാഫിഖാക്കാനോ, ഒരാളെ മുബ്തദിഅാക്കാനോ, ഒരാളെ മില്ലത്തിൽ നിന്ന് പുറത്താക്കാനോ ഒന്നും നിൽക്കരുത്. അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാണ്. ബദറിൽ പങ്കെടുത്ത ആളാണ് ഹാത്തിബ്. ബദറിന് പങ്കെടുത്തവർക്ക് അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുത്തിട്ടുണ്ട്, അവർക്ക് സ്വർഗമുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താണ്? അള്ളാഹു റസൂലു അലം, അള്ളാഹു റസൂലാണ് ഏറ്റവും നന്നായിട്ട് അറിയാന്നുള്ളത്. അപ്പോ ഒരാളെ പറയുമ്പോ വ്യക്തമായ തെളിവുകളില്ല എങ്കിൽ ഒരാളെ മുശ്രിക്കോ കാഫിറോ മുബ്തദിഅോ ഫാസിഖോ ഒക്കെ ആക്കുമ്പോ, മുനാഫിഖോ ഒക്കെ ആക്കുമ്പോ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. പല ആളുകളും അത് തീരെ ശ്രദ്ധിക്കാതെ അതിനൊരു യാതൊരു ഗൗരവം കൊടുക്കാതെയാണ് ഇന്ന് കാലത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കാനും മുനാഫിഖാക്കാനും വിദ്അത്തുകാരനാക്കാനും എല്ലാം ശ്രമിക്കുന്നത്. അടുത്ത ബാബു മൻ ഖാല ലി അഖീഹി യാ കാഫിർ, ഒരാൾ തന്റെ സഹോദരനെ കാഫിർ എന്ന് വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട്. عن عبد الله بن عمر أن رسول الله صلى الله عليه وسلم قال أيما رجل قال لأخيه كافر فقد باء بها أحدهما. നേരത്തെ പറഞ്ഞ അതേ ഹദീസിന്റെ ആശയം, ഒരാൾ തന്റെ സഹോദരനെ കാഫിർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരാളിലേക്ക് അത് നിർബന്ധമാകും, ഒരാളിലേക്ക് ആ വിളി നിർബന്ധമാകും. عن عبد الله بن عمر رضي الله عنه أن رسول الله صلى الله عليه وسلم قال إذا قال للآخر ഒരാൾ മറ്റൊരാളോട് പറയുകയാണ് കാഫിറാണ് എന്ന് പറഞ്ഞാൽ فقد كفر أحدهما, അതിൽ ഒരാൾ കാഫിറായി. إن كان الذي قال له كافرا فقد صدق, ഇനി ഒരാൾ മറ്റൊരാളെ പറഞ്ഞു അവൻ കാഫിറാണ് എങ്കിൽ ഈ പറഞ്ഞവൻ സത്യം പറഞ്ഞിരിക്കുന്നു. وإن لم يكن كما قال, നീ പറഞ്ഞവനെ പോലെ അല്ല മറ്റവനെങ്കിൽ قال له فقد باء الذي قال له بالكفر, ആരാണോ അത് പറഞ്ഞത് അവനിലേക്ക് അത് മടങ്ങുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. നേരത്തെ പറഞ്ഞതായത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ബാബു ഷിമാതത്തിൽ അഅദാ, ശത്രുക്കളുടെ സന്തോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബ്, ശത്രുക്കൾ സന്തോഷിക്കുക എന്നുള്ളത്. عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم كان يتعوذ من سوء القضاء وشماتة الأعداء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ തേടാറുണ്ടായിരുന്നു സൂഉൽ ഖദാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയിൽ ഉണ്ടാകുന്ന ദോഷങ്ങളെ, അഥവാ അള്ളാഹു നമുക്ക് വിധിക്കുന്നതിൽ നമുക്ക് ദോഷമുണ്ടാകുന്ന, നമുക്ക് ഇഷ്ടമില്ലാത്തതായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് വെറുപ്പുണ്ടാക്കുന്ന, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ, അത് ദീനിലും ദുനിയാവിലും ശരീരത്തിലും സമ്പത്തിലും കുടുംബത്തിലും അങ്ങനെയെല്ലാം ഉള്ള വിഷയങ്ങളിലുള്ളതിനെ, ആ മോശപ്പെട്ട ആ വിധികളെ അതിൽ നിന്ന് രക്ഷ തേടുമായിരുന്നു. അതുപോലെ ഷിമാതത്തിൽ അഅദാ, ശത്രുക്കൾ സന്തോഷിക്കുന്നത്, അഥവാ ശത്രുക്കൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ തോൽക്കുക, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് വേദന ഉണ്ടാവുക, മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും വീഴ്ച വരിക, അങ്ങനെയുള്ള സന്ദർഭത്തിൽ ശത്രുക്കൾക്ക് ഉണ്ടാവുന്ന സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തിനാണ് ഷിമാതത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ശത്രുക്കൾ സന്തോഷിക്കുന്നതിനെ തൊട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ തേടാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളിൽ ഈ ലഫ്ള് വന്നിട്ടുണ്ട്, ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം രക്ഷ തേടുന്നതായിട്ട് വന്നിട്ടുണ്ട്. ബാബു സർഫ് ഫിൽ മാൽ, സമ്പത്ത് അമിത വ്യയം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്, ഇസ്രാഫ് കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അഥവാ അനാവശ്യമായിട്ട് സമ്പത്ത് ചെലവഴിക്കുക, അമിതമായി സമ്പത്ത് ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നല്ലാഹ യർദാ ലക്കും സലാസൻ വയസ്ഖതു ലക്കും സലാസൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങൾ നിങ്ങൾക്ക് തൃപ്തിപ്പെടുന്നുണ്ട്, 3 കാര്യങ്ങൾ നിങ്ങളിൽ കോപിക്കുന്നതും വെറുക്കുന്നതുമാണ് എന്ന് പറഞ്ഞു. അതായത് 3 കാര്യങ്ങൾ അടിമകളിൽ ഉണ്ടാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു. മറ്റു 3 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാകുന്നത് അല്ലാഹു തആല വെറുക്കുന്നു, അല്ലാഹുവിന് കോപം ഉണ്ടാക്കുന്ന കാര്യമാണ്. യർദാലക്കും, നിങ്ങളിൽ അല്ലാഹു തൃപ്തിപ്പെടുന്ന കാര്യം ഒന്നാമത്തേത് അൻതഅബുദൂ, അവനെ മാത്രം ആരാധിക്കുക എന്നതാണ്. രണ്ടാമത്തേത് വലാ തുശ്രികൂ ബിഹി ശൈഅൻ, ഒന്നിനെയും അല്ലാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് വഅൻ തഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, അല്ലാഹുവിന്റെ പാശത്തിൽ, അല്ലാഹുവിന്റെ കയറിൽ നിങ്ങൾ ഒരുമിച്ച് മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. 3 കാര്യങ്ങൾ അല്ലാഹു തൃപ്തിപ്പെടുന്നു. ഒന്ന് തൗഹീദാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കാതെ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്. അല്ലാഹു ഏറ്റവും തൃപ്തിപ്പെടുന്ന കാര്യം തൗഹീദാണ്. അത് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന കാര്യമാണ്. രണ്ടാമത്തേത് വലാ തുശ്രികൂ ബിഹി ശൈഅ, ഒന്നിനെയും അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. അതൊരു വ്യക്തിയാവട്ടെ, വസ്തു ആവട്ടെ, കല്ലാവട്ടെ, ജാറമാവട്ടെ, മരമാവട്ടെ, അല്ലെങ്കിൽ ജിന്നാവട്ടെ, മലക്കാവട്ടെ, നബിയാവട്ടെ, ആരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പങ്കു ചേർക്കരുത്. ഇബാദത്തിന്റെ വിഷയത്തിൽ നേരിട്ട് അല്ലാഹുവിനോട്, അതിനിടെ ഇടയാളനായിട്ട് അല്ലെങ്കിൽ ശുപാർശകനായിട്ട് ഒരാളോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുവിനെയും പങ്കു ചേർക്കാൻ പാടില്ല. മൂന്നാമത്തേത് വഅൻ തഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ ജമാഅത്ത് ആയിക്കൊണ്ട് ഒരുമിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഷ്യത്തിൽ അഥവാ ഖുർആനിൽ, സുന്നത്തിൽ, അവന്റെ ദീനിൽ മുറുകെ പിടിക്കുക, എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. അത് എന്തിലായിരിക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആല കലാമായ ഖുർആൻ, അത് ഹബ്ലുല്ലാഹ്, അല്ലാഹുവിന്റെ കയറാണ്. അതിന്റെ വിശദീകരണമായ സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത്, അതിലൊരുമിച്ച് നിൽക്കണം. ഈ ഖുർആനെയും സുന്നത്തിനെയും നേരിട്ട് മനസ്സിലാക്കിയ സഹാബികൾ അവരെങ്ങനെയാണ് മനസ്സിലാക്കിയത്? അതിലൊരുമിച്ച് നിൽക്കണം. അതുപോലെ തന്നെ ആ മുസ്ലിം ഭരണാധികാരിക്ക് കീഴിൽ, ഒരു മുസ്ലിം സമൂഹം ബൈഅത്ത് ചെയ്തിട്ടുള്ള ഭരണാധികാരികൾക്ക് കീഴിൽ ഇതുപോലെ ഒരുമിച്ച് നിൽക്കുക, അല്ലെങ്കിൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും യഥാർത്ഥ ദീനിലേക്കും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അതിൽ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഒന്നാമത്തേതിലാണ് അൻതഅബുദൂ വലാ തുശ്രികൂ ബിഹി ശൈഅൻ എന്ന് പറഞ്ഞത്. രണ്ടാമത്തേത് അല്ലാഹുവിന്റെ കയറിനെ മുറുകെ പിടിക്കുക. മൂന്നാമത്തേത് വൻ തുനാസഹു മൻ വല്ലാഹു അല്ലാഹു അംറക്കും. ഞാൻ 2-3 നേരത്തെ പറഞ്ഞു, അതായത് ഇത് വായിക്കാതെ. മൂന്നാമത്തെ പറഞ്ഞത് ഭരണാധികാരി, നിങ്ങൾക്ക് മേൽ അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുള്ള ഭരണാധികാരിയോട് നസീഹത്ത് ഉണ്ടാവുക, ആ ഭരണാധികാരിയെ അനുസരിക്കുക. ശിർക്കിനും കുഫറിനും അല്ലാഹുവിനെ ധിക്കരിക്കാൻ കൽപ്പിക്കാത്തിടത്തോളം കാലം ഭരണാധികാരിക്ക് അനുസരണം ഉണ്ടാകണം. ഭരണാധികാരിക്ക് പിന്നിൽ ജമാഅത്തുകൾ നിസ്കരിക്കണം. ഭരണാധികാരിക്ക് പിന്നിൽ ജിഹാദ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ധിക്കരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അതിനനുസരണമില്ല, അതിലൊരു സൃഷ്ടിക്ക് അനുസരണമില്ല. അതല്ലാത്ത കാര്യങ്ങളിലെല്ലാം ആ ഭരണാധികാരിയോട് നസീഹത്ത് വെച്ച് പുലർത്തുന്ന, ഭരണാധികാരിയോട് അനുസരണം കാണിക്കുന്ന ആളായിരിക്കണം. അല്ലാതെ അങ്ങാടികളിലും മിമ്പറുകളിലും എല്ലാം ഭരണാധികാരിക്കെതിരെ കുറ്റം പറഞ്ഞു നടക്കുന്ന ഒരാളാകരുത്. ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ മുസ്ലിമീങ്ങൾ ബൈഅത്ത് ചെയ്തിട്ടുള്ള ഒരു ഭരണാധികാരിക്ക് കീഴിൽ. അപ്പൊ ഈ 3 കാര്യങ്ങളാണ്. ഒന്ന് തൗഹീദ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, ശിർക്ക് ഉണ്ടാകാൻ പാടില്ല. 2 അല്ലാഹുവിന്റെ ദീനിൽ ഖുർആനിലും സുന്നത്തിലും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത്. 3 ഭരണാധികാരികളോട് നസീഹത്ത് ഉണ്ടാവുക എന്നുള്ളത്. വയക്റഹുലക്കും, നിങ്ങൾക്ക് വെറുക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖീല വഖാൽ വകഥറത്തു സുആൽ വഇദാഅത്തുൽ മാൽ. ഖീല വഖാൽ എന്ന് പറഞ്ഞാൽ കണ്ടതും കേട്ടതും ഒരു അടിസ്ഥാനവും ഇല്ലാത്ത, ഒരു പ്രമാണവും ഇല്ലാത്ത കാര്യങ്ങൾ അത് പറഞ്ഞു നടക്കുക എന്നുള്ളത്. അതായത് ഒരു അടിസ്ഥാനം ഇല്ലാതെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നടക്കുന്ന തൈലകാലങ്ങൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് പറഞ്ഞു നടക്കുക എന്നുള്ളത്. 2 വകഥറത്തു സുആൽ, അധികരിച്ച ചോദ്യം എന്നുള്ളത്. അതായത് ഒരു ആവശ്യം ഉണ്ടാവില്ല, ആ ആവശ്യമില്ലാതെ വെറുതെ ദീനിയായ കാര്യങ്ങളാണെങ്കിൽ തന്നെയും അവനൊരു കാര്യമില്ലാതെ വെറുതെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്ന അവസ്ഥ. അതൊരു തഫ്സീർ. രണ്ടാമത് വിശദീകരിച്ചുള്ള പണ്ഡിതന്മാർ പറഞ്ഞു ജനങ്ങളോട് യാചിക്കുക എന്നുള്ളത്. ജനങ്ങളോട് ചോദിച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ച് അങ്ങനെ അധികരിച്ച ചോദ്യങ്ങൾ യാചിച്ചുകൊണ്ട് ചോദിക്കുക എന്നുള്ളത്. ഈ 2 അർത്ഥം കഥറത്തു സുആൽ എന്നുള്ളതിനുണ്ട്. ഒന്ന്, അടിസ്ഥാനമില്ലാതെ കണ്ടതും കേട്ടതും ഒക്കെ വിശ്വസിക്കുക, അതൊക്കെ പറഞ്ഞിറക്കുക എന്നുള്ളത്. 2, കസറത്തു സുആൽ, അധികരിച്ച ചോദ്യം. ദീനിയായിട്ടുള്ള മസല ചോദിക്കലാവട്ടെ, അതല്ലാത്ത ചോദ്യങ്ങളാവട്ടെ, മറ്റുള്ളവരോട് യാചിക്കുന്നതൊക്കെ അതിൽ ഉൾക്കൊണ്ടു. മൂന്നാമത്തേത് ഇളാഅത്തുൽ മാൽ, സമ്പത്തിനെ പാഴാക്കുക എന്നുള്ളത്. അഥവാ ഒന്ന്
ഹറാമായ രീതിയിൽ പാഴാക്കുക എന്നുള്ളത്, 2 അനാവശ്യങ്ങൾക്ക് വേണ്ടി പാഴാക്കുക എന്നുള്ളത്, 3 ആവശ്യമുള്ള കാര്യം തന്നെ അത് അമിതമായി ചെലവഴിക്കുക എന്നുള്ളത്. ഹറാമുകൾക്ക് ചെലവഴിക്കാൻ എന്തായാലും പാടില്ല, അത് ഹറാമാണ്. അതുപോലെ തന്നെ 2ാമത്തേത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, ഒരു ഉപകാരമില്ലാത്ത, ദീനുകൊണ്ടോ ദുനിയാവിനോ ഒരു ഉപകാരമില്ലാത്ത കാര്യങ്ങളുണ്ടാവും, അതിന് ചെലവഴിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. 3ാമത്തേത് ഹലാല്, അനുവദിച്ചൊരു കാര്യമായിരിക്കും, പക്ഷെ അത് തന്നെ ഒരു പരിധി വിട്ടുകൊണ്ട് വെറുതെ ചില ആളുകൾ വസ്ത്രം വാങ്ങുക വിചാരിക്കുക, വസ്ത്രം അവൻ ആവശ്യത്തിന് ഉണ്ടാവും, പിന്നെയും വസ്ത്രം വാങ്ങിക്കൊണ്ടേയിരിക്കുക. വസ്ത്രം വാങ്ങൽ ഹലാലാണ്, അനുവദനീയമാണ്, ആവശ്യമുള്ളതാണ്, പക്ഷെ അതിൽ അമിതമായി കാണിക്കുക എന്നുള്ളത്. അപ്പൊ ഈ നിലക്കൊക്കെ സമ്പത്തിനെ പാഴാക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ വെറുക്കുന്ന കാര്യമാണ് എന്ന്. عن ابن عباس في قوله عز وجل, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സൂറത്തു സബയിലെ 39ാമത്തെ ആയത്ത് അതിൽ പറയുന്നുണ്ട്, വമാ അൻഫഖ്തും മിൻ ഷൈഇൻ, നിങ്ങൾ ഏതൊന്ന് ചെലവഴിക്കുന്നുവോ ഫഹുവ യുഖ്ലിഫുഹു, അത് നിങ്ങൾക്ക് പകരം കിട്ടും, വഹുവ ഖൈറുർ റാസിഖീൻ, അല്ലാഹു ഏറ്റവും നല്ല റിസ്ക് നൽകുന്നവനാണ്. അതായത് ചെലവഴിക്കുന്നതിന് അല്ലാഹു പകരം നൽകും. നമ്മുടെ കുടുംബത്തിന് നമ്മൾ ചെലവഴിക്കുന്നതിന് അല്ലാഹു നമുക്ക് എന്ത് ചെയ്യും? പകരം പ്രതിഫലം നൽകും. സ്വന്തം ശരീരത്തിന് ചെലവഴിക്കുന്നതിന് അല്ലാഹു പകരം പ്രതിഫലം നൽകും, നിയ്യത്തുണ്ടെങ്കിൽ. എന്നിട്ട് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫീ ഗൈരി ഇസ്റാഫിൻ വലാ തഖ്തീരിൻ, ആ ചെലവഴിക്കൽ എങ്ങനെയായിരിക്കണം? അമിതവ്യയം ചെയ്തുകൊണ്ടാകാനും പാടില്ല, ചെലവഴിക്കുന്നിടത്ത് പിശുക്ക് കാണിച്ചുകൊണ്ടാകാനും പാടില്ല. അതായത് നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമുള്ള ഒരു കാര്യത്തിന് കൂടുതൽ ചെലവഴിക്കുന്ന അവസ്ഥയാകാൻ പാടില്ല, ആവശ്യമുള്ള കാര്യത്തിന് വീട്ടുകാർക്ക് ചെലവിന് ആവശ്യത്തിന് കൊടുക്കാതെ ഞെരുക്കിക്കൊണ്ടുള്ള അവസ്ഥയിലാകാൻ പാടില്ല. മിതമായ നിലക്ക് എന്താണോ ചെലവഴിക്കുന്നത് അതിനനുസൃതമായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പകരം നൽകുന്നതാണ് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പൊ നമ്മൾ ചെലവഴിക്കുന്ന നിത്യജീവിതത്തിൽ നമ്മൾ ചെലവഴിക്കുന്ന പല കാര്യങ്ങളും അത് നമ്മൾ നിയ്യത്ത് നല്ലതാവുമ്പോൾ കൂലിയുടെ കാര്യമാണ്. സ്വന്തത്തിൽ ഭക്ഷണം കഴിക്കുന്ന കൂലിയുടെ കാര്യമാണ്. നമ്മുടെ ഭാര്യക്കും മക്കൾക്കും ചെലവിന് കൊടുക്കുന്ന കൂലിയുടെ കാര്യമാണ്. മാതാപിതാക്കൾക്ക് ചെലവ് കൊടുക്കുന്ന കൂലിയിട്ട്. അപ്പൊ നമ്മള് അങ്ങാടിയിൽ പോയിട്ട് കുറച്ച് പച്ചക്കറി വാങ്ങാണ്, അല്ലെങ്കിൽ കുറച്ച് ഇറച്ചി വാങ്ങാണ്, വീട്ടിൽ വാങ്ങിക്കൊണ്ട് പോവാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ അല്ലാഹ് നീ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്റെ കുടുംബത്തിന് ചെലവഴിക്കണം എന്നുള്ളത്, നിനക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള നിയത്തുണ്ടെങ്കിൽ അത് കൂലിയുടെ കാര്യമാണ്. അത് കൂലിയുടെ കാര്യമാണ്. അത് എന്ത് നിസ്സാരമായ ഒരു കാര്യമാവട്ടെ, അത് കൂലിയുടെ കാര്യമാണ്. അപ്പോ ഇതുപോലെയുള്ള ഈ കാര്യങ്ങൾ നമുക്ക് കൂലി കിട്ടണമെങ്കിൽ ഈ 2 കാര്യം ഉണ്ടാവാൻ പാടില്ല. ഒന്ന് വെറുതെ ചില ആൾക്കാർ വിചാരിക്കും, എന്റെ മക്കൾക്ക് ഞാൻ ആവശ്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്, അവർക്ക് കുറെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്, അപ്പൊ അതിനൊക്കെ എനിക്ക് കൂലി കിട്ടും. ഇല്ല, ഇസ്രാഫിന് എന്തില്ല, അത് വിട്ടിട്ടില്ല. അതേപോലെ തന്നെ ചില ആളുകൾ പണം ഉണ്ടാകും, പക്ഷെ എന്നാലും ചെലവഴിക്കാതെ പിശുക്കിക്കൊണ്ട് കുടുംബത്തിന് നൽകാതെയും സ്വന്തത്തിന് തന്നെ നൽകാതെയും പിശുക്കി ജീവിക്കുന്ന ആളുകളെ കാണാം. അങ്ങനെയും പാടില്ല. മിതത്വമായ നിലയ്ക്ക് ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പകരം നൽകുന്നതാണ്. അല്ലാഹു അത് പരലോകത്തേക്ക് നമുക്ക് ഏറ്റവും നല്ല പ്രതിഫലമായിട്ട് തിരിച്ച് നൽകുന്നതാണ്. ശ്രദ്ധിക്കണം, നിയ്യത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുകൾ അടുത്ത വർഷം നോക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.